ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് 75 ഡേയ്സ് ഹാർഡ് ചാലഞ്ചിന്റെ ഡേ 13 ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഇപ്പോൾ 7:20 ആയിപ്പോൾ. പിന്നെ വിചാരിച്ച് നമുക്ക് ഇന്ന് രാവിലെ നടക്കുകയും ചെയ്യാം, ജിമ്മിലും പോവാം. ജിമ്മിൽ പോകുന്നെങ്കിൽ കുഴപ്പമില്ല, ഫസ്റ്റ് നടക്കാൻ നമുക്ക്. ഓക്കെ, അതിന് നമുക്ക് ആലോചിക്കാം ജിമ്മിൽ പോകണമൊക്കെ ഉണ്ടെന്നുള്ളത്. നേരത്തെ കാരണം ഫസ്റ്റ് നമുക്ക് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ നടക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ജിമ്മിലാണ്ട് പോകണം. ഫസ്റ്റ് നടക്കാൻ പോകുന്ന നേരത്തെ ഇവിടെ ആൾക്കാരൊക്കെ നടക്കും. അപ്പോൾ എനിക്കെന്തോ പോലെ അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ ചെയ്യും. എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തേ ഗൈസ്, ജിമ്മിലൊക്കെ പോയി തിരിച്ചെത്തി. ഞാനിപ്പോൾ കുറച്ച് ദിവസം എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ജിമ്മിൽ വരേണ്ട ടൈമിൽ വീഡിയോ എടുത്തില്ല, കാരണം അത്രയ്ക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ സ്പോർട്സ് വർക്കിംഗ് ചാനലൊക്കെ ഉണ്ട്, ബുക്ക് വായിക്കണം. ബുക്കൊക്കെ ഞാൻ ആവശ്യം വായിക്കാൻ വിചാരിച്ചു. ഫുൾ പ്രൊഡക്റ്റീവാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാർ എടുക്കണം. കാർ ദിവസം എടുത്ത് ചൂടാക്കിയിട്ടൊന്ന് നമുക്ക് കാറൊന്ന് ചൂടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ട്രാൻസിഷൻ ആയിരുന്നു മനസ്സിലാവാത്തവർക്ക് വേണ്ടി. ഓക്കെ, കൊള്ളാമെങ്കിൽ പറട്ടോ, കഷ്ടപ്പെട്ട് ചെയ്യണതാണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാം. ഗോ. അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ പെറ്റാണ് ചിക്കു. ചിക്കു ഗൈസ്, ബുക്ക് വായിക്കാണ്ട് പോവാണ്. സോ ബുക്ക് വായിക്കാം ഗൈസ്. ഇത് ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ടാ ഡേ 13 ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കുറച്ചായിട്ട് ബുക്ക് വായിച്ചിട്ടുണ്ട്. 1-2 മണിക്കൂറായി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഈ ബുക്ക് വായിച്ചെന്നുള്ളത്. ഇപ്പോൾ ഓർമ്മ വന്നു, അപ്പോൾ വന്നെടുത്തത്. ഓക്കെ, ഞാൻ രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറച്ച് സോഷ്യൽ ആൻസൈറ്റുള്ള കാരണമാണ് ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ക്യാമറനെ പിടിച്ച് എടുക്കാൻ വെച്ചിട്ട് മടിയ കാരണം കൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. കാണിച്ചിട്ടില്ല. ഓക്കെ, സോ പുതിയ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിടണം. ആ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാ. അപ്പം ഇങ്ങനെ നല്ലതാണ്, ഞാൻ നോക്കി എടുക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന് കുറേ ബിസിനസ്സിനെ ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാം പളി പോയിട്ടുണ്ട്. പക്ഷെ ഇത് ബ്രാൻഡാക്കി എടുക്കാണ്ട് പോയി നമ്മൾ. മറ്റേ ഡ്രോപ്പ് ഷിപ്പിംഗ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊരു ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ബിഗ്. ഓക്കെ, സോ ഞാൻ പങ്കെടുക്കാനായി പള്ളിയിൽ പോയിട്ട്. ഓക്കെ, അതിന് ഫുഡ് കഴിക്കണം. ബൈ ദ ബൈ ഡിന്നർ ഞാൻ 6:30 ഉണ്ടാ കഴിക്കാറ്. ഓക്കെ, അതിനുശേഷം ഒന്നും കഴിക്കാറില്ല. ഓടാപ്പ് വന്നതിന് ശേഷം ചെറിയൊരു മുട്ട ഒന്നും കഴിക്കും, വേറെ കഴിക്കൂല. ഓക്കെ, 6:30 ഡിന്നർ കഴിക്കാറ്. സോ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, എന്നാൽ പള്ളിയിൽ പോയിട്ട്. ഓക്കെ ഗൈസ്, നമ്മളത് ഓടാൻ വന്നൊക്കെയാണ്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് എത്താനായി. ഞാൻ വിചാരിച്ച കുറച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകാം. ഗൈസ്, പിന്നെ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ, പ്രൊഡക്റ്റീവായിട്ട്. വീട്ടിൽ വെറുതെ ഇങ്ങനെ റീൽസും യൂട്യൂബൊക്കെ ഇങ്ങനെ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. ബിസിനസ് ബിൽഡ് ചെയ്യേ, വർക്കൗട്ട് ചെയ്യേ, എന്തെങ്കിലും. ഓക്കെ, പിന്നെ ബുക്കുകൾ വായിക്കാം, നല്ല ബുക്കുകൾ വായിക്കുക. അത് നല്ല അറിവുകൾ കിട്ടും. ഓക്കെ, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും, കോളേജൊക്കെ അന്വേഷണം കൊണ്ട്. അപ്പോൾ അവരൊക്കെ പോയി ചെയ്യാം. ഓക്കെ, മടി പിടിച്ചിരിക്കരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേരാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. എൻ്റെ ഈ ചാനൽ വെച്ചാൽ വെറുതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല അറിവുകളും പറഞ്ഞു കൊടുക്കുക. ഞാൻ ഗ്രോ ചെയ്യുമ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഗ്രോ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് മാറുകയാണെങ്കിൽ സന്തോഷം. ഗൈസ്, ഞാൻ എന്തേ ഉടമ്പ് എത്തി. അപ്പോൾ മാർക്ക് ചെയ്യാം നമുക്ക്. ഞാൻ നേരത്തെ മൈസൂരിൻ്റെ എന്തായാലും നമുക്ക് ഇതിന് മുകളിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കംപ്ലീറ്റ് ചെയ്തത്. ഒരു ബോട്ടിലും കൂടി ഉണ്ട്, അത് ഓർക്കും, രാത്രി ഓർക്കും. ഹെൽത്ത് ആയിരുന്നു. 10 പേജ് വായിച്ച് കഴിഞ്ഞ് പിക്ചർ എടുക്കാനുണ്ട്, പുഷപ്പും ഉണ്ട്, പിന്നെ ഡെയിലി വ്ളോഗ് കഴിഞ്ഞ്. ഇത് രണ്ടെണ്ണുള്ളത് കേട്ടോ. നോക്കാം. അങ്ങനെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്ട് പോവുകയാണ്. ഡേ 12 മാരകമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തോറ്റെടുക്കരുത് കൂട്ടുകാരന്മാരെ, തോറ്റെടുക്കരുത്. നമ്മൾ വിചാരിക്കണം അപ്പം നിർത്തണമെന്ന്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ തന്നെ സക്സസ് ആവാൻ എളുപ്പമാണ്. ഓക്കെ,
വേറൊന്നും പറയാനില്ല. അപ്പോൾ നാളെ 14 13 അല്ലേ പറഞ്ഞത്? 13 ഇന്ന് 13 ആണ്, നാളെ 14. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.